കൊച്ചി ടു കാശ്മീർ റൈഡ് പോകുന്നുണ്ട്. ഇതുകൊണ്ട് ഫുൾ ലോഡ് ഒക്കെ ആയിട്ട് നമ്മള് കാലിക്കറ്റ് ബീച്ചിന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. എന്റെ ഡ്രൈവറോട് തന്നെ ചോദിക്കാം എക്സ്പീരിയൻസ്. ഇപ്പൊ നമ്മള് 7 പേരുണ്ടായിരുന്നു വണ്ടിയിൽ. 7 പേരുണ്ടായിരുന്നു. നോർമൽ മോഡിലും പവർ മോഡിലും ഒരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അത്ര വെയിറ്റ് കയറിയിട്ട് പോലും വണ്ടിക്ക് പവർ ലോസോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ഓൾറെഡി EV ഓട്ടോ യൂസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഇതിന്റെ 720 എന്ന് പറഞ്ഞ മോഡലല്ലേ, 50 കിലോമീറ്റർ ഓടുന്ന വണ്ടി. ആ വണ്ടി എനിക്ക് ഒരു വണ്ടി ഉണ്ട് ഓൾറെഡി, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ വെച്ചാൽ നമ്മൾ ട്രാവലിംഗ് പർപ്പസിന് എടുത്ത വണ്ടിയാണ്. നിലവിൽ ഷോറൂമിൽ ചെറിയൊരു സർവീസിന് വേണ്ടി കൊടുത്തേക്കാം. അതുകൊണ്ട് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളൊരു മതിലിടിച്ച് പൊളിച്ചായിരുന്നു. എന്നിട്ട് പോലും ഈ ഒരു ബോഡി ഭാഗത്തൊക്കെ ചളുക്കുകളെ വന്നിട്ടുള്ളൂ. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ CNG വണ്ടി ഡീസലിലും വണ്ടി സെയിം ബോഡി, ഒരു വ്യത്യാസമില്ല. നമ്മുടെ പഴയ GC1000 ഒക്കെ വന്നിട്ടിരുന്ന ആ സെയിം ബോഡി തന്നെയാ. ഒരു വ്യത്യാസമില്ല, ആ സെയിം ബോഡിയിൽ ഇലക്ട്രിക് വേർഷൻ കത്തിക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റുള്ളവര് വെയിറ്റും അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കുമ്പോ ഇത് വെയിറ്റ് ഒന്നും കുറയ്ക്കുന്നില്ല, ആ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. സെയിം പെർഫോമൻസ്, മൈലേജ് അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിന് നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ജീവനോട് ഇവിടെ നിങ്ങളുടെ വീഡിയോ ചെയ്യുന്നത്. വൺ ഓഫ് ദി തിങ്, നിങ്ങൾ ഓൾറെഡി ഒരു ഓട്ടോ യൂസ് ചെയ്യുന്ന ആളോടായതുകൊണ്ട് ക്വാളിറ്റിനെ പറ്റി ഒരു വീഡിയോ ഞാൻ എന്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല റെസ്പോൺസിബിലിറ്റി കിട്ടി. അതുപോലെ തന്നെ വേറെ കാര്യം വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഇപ്പോ ഒരു ഓട്ടോ യൂസ് ചെയ്യുന്നല്ലോ, അത് കൊടുത്തിട്ട് ഇതിലേക്ക് മാറാൻ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ ഓടിച്ചു കഴിയുമ്പോഴത്തേന്? ഇല്ല, എനിക്ക് ആ വണ്ടിയും ഇതും തമ്മിൽ റൈഡിങ് പൊസിഷനിലൊന്നും വ്യത്യാസമൊന്നുമില്ല. എല്ലാം സെറ്റ് ടെക്നിക്കൽ ഫീച്ചേഴ്സിൽ മൈലേജ് അങ്ങനെ കാര്യങ്ങളൊക്കെ മൈലേജിൽ വ്യത്യാസമുണ്ട്. അത് ഇത് 296ഉം അത് 256ഉം ആണ് മൈലേജ് വ്യത്യാസം. അതെന്ന് പറഞ്ഞാല് നമ്മൾ നോർമൽ മോഡിൽ ഓടിക്കുമ്പോൾ നമുക്കൊരു മിനിമം 225, 230 വരെ മൈലേജ് കിട്ടുന്നുണ്ട്. കൈ കൊടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 150 കിട്ടത്തുള്ളൂ. നോർമൽ മര്യാദ ഓടിക്കുകയാണെങ്കിൽ 230 വരെ കിട്ടും. അല്ല, ഓൾറെഡി കിട്ടുന്ന ഒരു കസ്റ്റമർ ആണ് ഞാൻ. ഞാൻ ഹാപ്പിയാണ്. പിന്നെ അടുത്ത മാസം അവസാനം ആവുമ്പോ കൊച്ചി ടു കാശ്മീർ റൈഡ് പോകുന്നുണ്ട്. ഇതുകൊണ്ട് അടിപൊളി സംഭവം കിട്ടില്ലെന്നാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. നല്ല നല്ല എക്സ്പീരിയൻസുകൾ ഓൾറെഡി ഓട്ടോ യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ 3 വീലേഴ്സ് യൂസ് ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. എല്ലാവരുടെ അടുത്തുനിന്ന് റിവ്യൂ എടുത്ത പ്രകാരം വണ്ടിയെ പറ്റി നല്ല അഭിപ്രായമാണ് കേട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വാങ്ങാൻ താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നല്ലൊരു ഓപ്ഷനിലേക്കാണ് പോകാൻ പോവുക.